കുട്ടനാടിന്റെ എഴുത്തുകാരൻ കഥാവിശേഷമായിട്ട് ഇന്നേക്ക് 25 വർഷമായി. മലയാളികളുടെ പ്രിയപ്പെട്ട തകഴി ഓർമ്മയായിട്ട് 26 വർഷമായി എന്നത് പലർക്കും വിശ്വസിക്കാനാവാത്ത സത്യമാണ്. പച്ചമണ്ണിന്റെയും പണിയെടുക്കുന്ന മനുഷ്യരുടെയും കഥകളെ വിശ്വചക്രവാളത്തിലൂടെ ഉയർത്തിയ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരൻ പിള്ള. ശങ്കരമംഗലം വീട്ടിൽ മാത്രമല്ല, മലയാള നാട്ടിലാകെ മുഴങ്ങിയിരിക്കുന്ന ശബ്ദം, തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ തുടങ്ങിയ 39 നോവലുകളിലൂടെ 600-ൽ പരം ചെറുകഥകളിലൂടെയും ഇന്നും നമ്മളിൽ പ്രതിധ്വനിക്കുന്നു. കായലിൽ നിന്നും മനുഷ്യർ കുത്തിയുയർത്തിയ നാടാണ് കുട്ടനാട്. കുട്ടനാട്ടിൽ നിന്നും കുത്തിയുയർത്തിയ കഥാകാരനാണ് തകഴി. 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ച കുട്ടനാടിന്റെ ഇതിഹാസ നായകൻ. ചെറുകഥ, നാടകം, സഞ്ചാര സാഹിത്യം, ആത്മകഥ എന്നീ മേഖലകളിൽ നിന്നും സംഭാവനകൾ മറക്കാനാവില്ല. ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങൾക്കപ്പുറം തിളങ്ങി നിൽക്കുകയാണ് മലയാളികൾക്ക് തകഴിയോടുള്ള സ്നേഹം. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിൽ ഒന്നായി ഓർമ്മിക്കുന്നു. മലയാള കഥാസാഹിത്യത്തിൽ തകഴിയെ പോലെ നൂറുമേനി വിളഞ്ഞ വേറൊരു കഥാകാരനില്ല. ഒരിക്കലും വായിച്ചാൽ മറക്കാനാവാത്ത കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. സാഹിത്യത്തിന് അദ്ദേഹം സമ്മാനിച്ചതും അതുതന്നെയാണ്. തകഴിയുടെ രണ്ടിടങ്ങഴിയും തോട്ടിയുടെ മകനുമാണ് മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് ആഴത്തിൽ ചാലുകീറിയത്. കുട്ടനാടൻ ചേറിൽ ചവിട്ടിത്താഴ്ത്താനാവാത്ത കർഷക തൊഴിലാളി സമൂഹത്തിന്റെ വീരാണ് രണ്ടിടങ്ങഴി. തലമുറകളായി മനുഷ്യ വിസർജ്യം ചുമക്കേണ്ടി വന്ന ഒരു ജനത അടിച്ചേൽപ്പിക്കപ്പെട്ട ആ ദുർഗന്ധം ഉടഞ്ഞെറിയുകയാണ് തോട്ടിയുടെ മകനിൽ. തകഴിയുടെ ചെമ്മീനും ആഴിയോട് പൊരുതുന്ന ഒരു അരയന്ന സമുദായത്തിന്റെ കഥയുമാണിത്. അധികാരത്തിലേക്കുള്ള കയറ്റത്തിൽ നിലവിട്ടു പോയ മനുഷ്യരുടെ പതനമാണ് ഏണിപ്പടിയിലൂടെ അദ്ദേഹം പറയുന്നത്. അങ്ങനെ എത്രയെത്ര കഥകൾ കുട്ടനാടൻ പാടങ്ങളിലെ മുളച്ച് ഭാരതീയ ജ്ഞാനപീഠമേറിയ വിശ്വാസത്തോടെ പടർന്നുയർന്നു പന്തലിച്ചു. ജീവിതങ്ങളെ കഥയാക്കി മാറ്റി എന്നും വായനക്കാരുടെ ഹൃദയത്തിൽ കീറി മുറിക്കപ്പെട്ട താളുകളാക്കി തകഴി. 1999 ഏപ്രിൽ 10 അദ്ദേഹം കഥാവിശേഷനായത്. ശങ്കരമംഗലത്തെ വടക്കേ ഹാളിൽ ചാരുകസയിൽ ഇരുന്ന് കഥകൾ സൃഷ്ടിച്ച വിശ്വസാഹിത്യകാരന്റെ ഓർമ്മകൾ ഇന്നും അവിടെയുണ്ട്. മലയാള ഭാഷയുടെ പത്തായം ഇതുപോലെ നിറച്ച മറ്റൊരു കഥാകാരനുണ്ടോ?